മനോഹരമായിട്ടുള്ള ഒരു സെലക്ഷൻ. സ്വാമിയുടെ പാട്ട്, തമ്പിച്ചേട്ടൻ്റെ വരികൾ, അതിനകത്ത് തന്നെ ഉണ്ട് ഒരു എന്താണ് ദൈവികമായിട്ടുള്ളൊരു ടച്ചുണ്ട്. അത് ഒരു രാഗത്തിൽ കൊടുത്തിരിക്കുകയാണ്, അതും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മോന് കുറേ സ്ഥലങ്ങൾ നന്നായിട്ട് പാടി. അതായത് അമ്പലപ്പുഴക്കാരതൻ, അവിടെയൊക്കെ ആ പോർഷൻസൊക്കെ കൊള്ളാം. പക്ഷെ മോന് ഈ രാഗവുമായിട്ടുള്ള ഒരു ഗ്ലിംബിഫിക്കേഷൻ ഉണ്ട്. അതല്ലേ അതിന്റെ കറക്റ്റ് വേർഡ്? ഗ്ലിംബിഫിക്കേഷൻ. ഈ രാഗവുമായിട്ടൊരു ഗ്ലിംബു, അത് വന്നാൽ മാത്രമേ ഗ്ലിംബു. ഞങ്ങള് ഒരുപാട് സ്ഥലത്ത് പോയി പാടുമ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങേ ഗ്ലിംബു വരല്ലേ, രാഗത്തോടെ ഗ്ലിംബ് മിസ്സിങ് പറയും. അപ്പൊ അന്ത രാഗം, ആ ഭാവം വന്നാൽ മാത്രമേ ഇത് വരത്തുള്ളൂ. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ആ രാഗഭാവം വന്നിട്ടുമുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു കുത്ത് അടിയിൽ. കാരണം ഇത് ഈ വെയിലത്തിറങ്ങി കളിച്ചതിൻ്റെ ഫലമാണോ, നീ ലാസ്റ്റ് പാടിയതിൽ പ്രതിഫലിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഫലമാണോ അത് എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നീ അസലൊരു പാട്ടുകാരനാണ്. മെപ്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സിംഗറാണ്. ഈ രാഗം അറിഞ്ഞൂടെങ്കിലും ആ രാഗം പാടി നീ ഒപ്പിക്കും. പക്ഷെ ഇന്ന് ആ രാഗത്തിലോട്ട് വീണില്ല. സ്വാമി ഇങ്ങനൊക്കെ കുറേ സംഗതികൾ ചെയ്തു കഴിഞ്ഞാൽ മെബു എങ്ങനെ പാടും? അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. എന്തായാലും ടോട്ടലി കൊള്ളാം. പക്ഷേ എങ്കിലും ഒരു പ്രാവശ്യം കൂടെ മോനിത് കൃത്യമായിട്ട് ഈ രാഗത്തിലുള്ള പല പാട്ടുകളും കേൾക്കുക. ഇതേപോലെ കുറേ പാട്ടുകളുണ്ട് തമിഴിൽ, ഒരുപാട് ഭാഷകളിലുണ്ട് ഈ രാഗത്തിലുള്ള പാട്ട്. അത് ഹിന്ദുസ്ഥാനിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ട് അതെന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ പാടണം. ഓക്കെ, ഇന്ന് കുറേ ഭാഗങ്ങൾ നന്നായിരുന്നു. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെബിൻ എത്ര വയസ്സായി? എനിക്ക് 11 വയസ്സ്. 11 വയസ്സ്. ഇത്രയും ഒരു ഹെവി സോങ് അല്ലേ, അതുകൊണ്ടാണ് ചെറിയ 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 മിസ്റ്റേക്സ്. പക്ഷെ ആ ഏറ്റവും ഡിഫിക്കൽട്ട് സ്ഥലം അത് അമ്പലപ്പുഴക്കാരതൻ നാദസ്വരം, അത് അസാധ്യമായിരുന്നു. അതിന്റെ വേറെ സംഗതികളാണ് എന്നെ മുമ്പേ വന്നതൊക്കെ, അവിടെ കുറച്ച് സ്ലിപ്പായി. അതേ സംഗതി തന്നെയാണ് ഇവിടെ വരണത്, പക്ഷെ അത് കുറച്ച് സ്ലിപ്പായി. ശ്രീകുട്ടൻ അങ്കിൾ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ രാഗഭാവം കൊണ്ടുവരുന്നത് അത് കുറേ കേൾക്കണം. കുഞ്ഞു വയസ്സല്ലേ, കേട്ട് 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 അത് അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അത് നമ്മുടെ ദേഹത്തേക്ക് കേറും. അപ്പൊ അതെ, അത് ഇതിനു വേണ്ടി പഠിച്ചാണോ മോൻ? നേരത്തെ അറിയോ ഈ പാട്ട്? നേരത്തെ കേട്ടിട്ടുള്ളൂ, പരിചയമുള്ളൂ. പിന്നെ എത്ര വയസ്സായി? 11 വർഷം. അതില് 4-5 വയസ്സ് തൊട്ട് കേട്ടു തുടങ്ങും. അല്ല, അപ്പൊന്നും കേട്ടിട്ടില്ല. 9 വയസ്സിലൊക്കെ കേട്ടതാ. ഓക്കെ, അത് പറഞ്ഞു. ഞാൻ 7 വയസ്സ് തൊട്ട് കേട്ടു തുടങ്ങി. 4 വർഷം എല്ലായിട്ടുള്ള കേട്ടിട്ട് അങ്ങനെ കുറേ പാട്ടുകൾ കേട്ട് മോൻ ഈസി ആയിട്ട് പാടാൻ പറ്റും ഇതൊക്കെ കേട്ടാ. അല്ല, ഈ 2-3 സംഗതി അമ്പലപ്പുഴക്കാരൻ ആ പോർഷൻസ് നന്നായിട്ട് പാടിയുണ്ട്. യു ക്യാൻ ഡു ഇറ്റ്. മറ്റേത് പറ്റും. ചിലപ്പോൾ ഈ സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ച് പേടിച്ചിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോൻ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് കേട്ടോ. മോനെ, മക്കളെ, അത് മാത്രമേ ചരിത്രങ്ങളിൽ പറയാനുള്ളൂ. ആ രാഗ സ്വഭാവം അത് മക്കൾ കുറേ ഈ രാഗത്തിലുള്ള പാട്ടുകൾ പാടി വേണം അതിന് നമ്മളങ്ങ് കയ്യിലെടുക്കാൻ. മക്കൾക്ക് മനസ്സിലായോ? അല്ലാതെ വെറും നോട്ട്സ് പാടിയാൽ ചില രാഗം സൗണ്ട് ആവത്തതേ അല്ല മക്കളെ. സ്വരം എഴുതി വെച്ചിട്ട് പാടിയാൽ അതല്ല, അതിന് ചില ഗമകങ്ങൾ, ചില നോട്ട് ഓസിലേഷൻ, ഇതൊക്കെ കൃത്യമാകുമ്പോഴാണ് ആ രാഗം സൗണ്ട് ആവത്തുള്ളൂ. ചില സ്ഥലം നല്ലതായിരുന്നു, ചില സ്ഥലം ആനന്ദഭൈരവിയുടെ ഒരു ഫീലേ ഇല്ലായിരുന്നു, ചിലത് അത് മോനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. മക്കളെ, എന്തൊരു കമ്പോസറാണ്. പറയാതിരിക്കാൻ എത്ര പാട്ടുകൾ. സ്വാമിയുടെ ഒരു പാട്ടെടുത്ത് പഠിച്ചാൽ മതി, ആ രാഗം വേറെ പഠിക്കണ്ട. ഇപ്പം ഈ പാട്ട് നന്നായിട്ട് പഠിച്ചാൽ മോൻ ഇനി ആനന്ദഭൈരവി പഠിക്കണ്ട, ഇത് വെച്ച് തന്നെ രാഗമൊക്കെ പാടാൻ നമുക്ക്. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അയ്യോ, പ്രണാം. വേറൊന്നും പറയാനില്ല മക്കളെ. അപ്പോൾ കുഞ്ഞെ, അതാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അത് നീ ഒന്ന് ശരിയായിക്കോണം. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങണം കേട്ടോ മക്കളെ. അപ്പോൾ അത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അടിച്ചു പൊളിക്കുക, അടുത്തത് തകർക്കാം മക്കളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു മോനെ, കുഴപ്പമില്ല, നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സുജു ആൻറ്റിയോട് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്കിളിന് തോന്നണില്ല അങ്ങനെ അധികം കേട്ടിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല, കാരണം എൻ്റെ ഏജിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ പാട്ട് ഒരുപാട് കേട്ട് ഇത് ഉൾക്കൊണ്ട് പാടാൻ പറ്റില്ല. എന്നാൽ ഈ രാഗത്തിൻ്റെ ഭാവവും അല്ലാതെ ലിറിക്കൽ വൈസ് ഓൾറെഡി ഇതിൽ കൊടുത്തിരിക്കുന്ന ഭാവം എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷെ അമ്പലപ്പുഴക്കാർ അതൊക്കെ അസലായിരുന്നു കേട്ടോ. ആദ്യത്തെ പല്ലവിയിലാണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളും ശ്രുതിയൊക്കെ ഇങ്ങനെ എത്തിയിരുന്നില്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. തമ്പി സാറിൻ്റെ പാട്ടാണ്. തമ്പി സാറ് നമ്മുടെ ടോപ്പ് സിംഗർ, ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്, ഇവിടെ വരാറുണ്ട് ഗസ്റ്റായിട്ടൊക്കെ. ആക്ച്വലി അങ്കിളൊക്കെ ഈ പാട്ടും വേറെ പല തമ്പി സാറിൻ്റെ പാട്ടുകളും തമ്പി സാറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി തന്നെ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പി സാറിന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു 10 പാട്ട് തമ്പി സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ പലരും പാടിയിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇനി ഓരോ പാട്ടും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും ഒരുപാട് നല്ല ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനല്ലേ വരുന്നത്. അപ്പോൾ കുറേ കൂടി മോൻ
ശ്രദ്ധിച്ച് പഠിച്ച് പാടണം. ഓക്കെ, ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.